ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല ദയയുടെ കുഴി തോണ്ടാൻ തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. സുശീല സത്യങ്ങളൊക്കെ ഇങ്ങനെ രാമനാഥനോട് പറയാണ്. അപ്പോൾ രാമനാഥൻ ഒന്ന് പകച്ചു പോകുന്നുണ്ട്. എന്നാൽ ഈ സമയം അത് കേട്ട് വാസന്തി അവിടെ എത്താണ്. ആഹാ, അപ്പം അങ്ങനെയാണ് അല്ലേ നമ്മുടെ ആങ്ങളച്ചെക്കനെ എൻ്റെ ആങ്ങളയെ ഇട്ട് ഇടങ്ങറാക്കിയും കൊണ്ട് അവർ ഈ ഒരു കളി നടത്തുകയാണല്ലേ. അനന്തമാഷിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അത് കേൾക്കുന്ന സുശീലയ്ക്ക് ഒരു ത്രില്ലൊക്കെ ആയിട്ടോ. അപ്പോഴേക്കും രാമനാഥൻ പറയാണ്, ദേ ഈ സുശീലയുടെ വാക്കുകൾ കേട്ട് ഒരിക്കലും നിങ്ങൾ ഇത് എടുത്ത് ചാടി സംസാരിക്കരുതെന്ന് പറയുമ്പോൾ, എന്തിനാ മാഷേ ഈ സുശീലയുടെ വാക്ക് കേൾക്കുന്നത്? ഇവിടെ ഉണ്ടല്ലോ അമ്പിളി, അവളോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. സോറി, മാഷിനോടല്ല, രാമനാഥനോട്. അവരോടൊന്ന് പോയി ചോദിച്ചു നോക്ക്, അവരതിനുള്ള മറുപടി നിങ്ങൾക്ക് തരും. അവളോട് ചോദിക്കുകയെന്ന് പറയണം കേട്ടോ. ഇതേ സമയം രാമനാഥൻ പറയണേ, ഇതിലൊരു കഴമ്പില്ല എങ്കിൽ, ഇതിലൊരു സത്യമില്ല എങ്കിൽ താൻ ഇനി സുശീല ആരാണെന്ന് ശരിക്കും അറിയും. നിന്റെ ഈ കുത്തിത്തിരിപ്പ് ഞാൻ ഇതോടുകൂടി നിർത്തും എന്നൊക്കെ പറയുമ്പോൾ, ഈ സുശീല തല മുണ്ടനം ചെയ്യുമെന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് സുശീല പെട്ടെന്ന് അമ്പിളിയുടെ മുന്നിൽ നിന്ന് ഓടാൻ നോക്കണം കേട്ടോ. എന്നാൽ ഇവർ പോകുന്നത് അങ്ങ് അമ്പിളി കാണുകയാണ്. ഇതേ സമയം അമ്പിളി ഓടി വരികയാണ്. അനിതേ എന്തിനാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുമ്പോൾ അനിതയുടെ മുഖം മാറി മറിയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കാണുന്ന വാസന്തി, എന്താ ഞാൻ പറഞ്ഞാൽ മതിയോ? അപ്പോഴേക്കും രാമനാഥൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. എന്താ എല്ലാവരുടെയും മുഖത്തൊരു ദേഷ്യം പോലെ. അതിന് മാത്രം അവരെന്താ ഇവിടെ വന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വാസന്തി പറയണേ, ഞാൻ പറയാം, എൻ്റെ ആങ്ങളെ ഒരുത്തൻ ആദ്യം കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തരുമായി ജീവിച്ച ഒരു പെണ്ണിനെയാണ് എൻ്റെ ആങ്ങളക്ക് കല്യാണം കഴിച്ച് തന്നത്. എന്നാൽ ഈ അനന്തമാഷ് ഇത്രയും നെറികെട്ടവനാണെന്ന് ഒരിക്കലും അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ വാസന്തി പറയുമ്പോഴേക്കും അവിടെ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയും. അപ്പോഴേക്കും രാമനാഥൻ പറയണ, വായിൽ തോന്നിയതല്ലല്ലോ മോളെ, ഇത് സത്യം തന്നെയല്ലേ. നിന്റെ അനിയത്തി എന്ന് പറയുന്നവൾ വേറൊരുത്തനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവർ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുണ്ടോ? ആ നന്ദു അല്ലേ ഈ നന്ദു എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം അമ്പിളിക്ക് അവിടെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ അമ്പിളി ആകെ പകച്ചു പോവാണ് കേട്ടോ. ഈശ്വര, ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടോടെ തന്നെ വാസന്തിയും ധനനും പറയണേ, ഇനി ഇങ്ങനെ വിട്ടാൽ പോരാച്ചാ, നമ്മുടെ ശബരിയുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവളെ കെട്ടിയ അന്ന് മുതലേ ശബരിക്ക് എന്നും തലവേദനയാണ്. ഒരു എടുത്തുചാട്ടക്കാരിയും അഹങ്കാരിയും തൻ്റെടിയും ഒരു തരത്തിലും ശബരിക്ക് ഒരു മനസ്സമാധാനം അവൾ കൊടുത്തിട്ടില്ല. ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി, എന്തിനീ നിൽക്കുന്ന അനിതയും ശബരിയും വരെ അവൾ കൂട്ടിക്കൊഴിച്ച് സംസാരിച്ചില്ല. അപ്പോഴേക്കും അനിത പറയണേ, വെറുതെ വസന്തി ചേച്ചി ഇതൊരു പ്രശ്നം ഉണ്ടാക്കണ്ടേ, നീ അങ്ങനെ പറയുള്ളൂ, കാരണം നീ വന്നു കയറിയവളാണല്ലോ. അതുകൊണ്ട് എൻ്റെ ശബരി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ രാമനാഥൻ മൗനത്തോടു കൂടി സമ്മതം നൽകാൻ കേട്ടോ. ഇതിലെല്ലാം സത്യമുണ്ട് എന്ന ആ മൗനത്തോടു കൂടി രാമനാഥൻ സമ്മതം നൽകുമ്പോൾ ഒന്നും മിണ്ടാനാവാതെ അവിടെ അമ്പിളിക്ക് നിൽക്കേണ്ടി വരിക കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ ദാസിൻ്റെ അടുത്ത് പോയിരിക്കുന്ന ശബരിയോടും ദയയോടും ദാസ് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുകയാണ്. മക്കളെ, ഒരിക്കലും നീ ദയെ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ആ മിഥുൻ എന്ന് പറയുന്നവനും അതുപോലെ തന്നെ നന്ദു എന്ന് പറയുന്നവനും, നന്ദു മരിച്ചു, നന്ദുവിന് ഇരട്ട സഹോദരനാണ് മിഥുൻ, അവനാണ് നിന്നെ കാണാൻ എത്തിയിരിക്കുന്നത്. നീ ഇങ്ങനെ അവനെ കാണുമ്പോൾ പേടിച്ച് വിറക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ദയ പറയാണ്, അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നന്ദു അല്ല അവൻ എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ എന്നോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് കേൾക്കുന്ന വിനയം പറയണേ, എൻ്റെ ദയെ, ഞാൻ എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങൾ എടുക്കില്ലായിരിക്കും, പക്ഷെ ദയെ, ഞാൻ നിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത്. നീ അവനെ കാണുമ്പോൾ പേടിച്ചോടാതെ, ആത്മധൈര്യം കൈവിടാതെ നീ ധൈര്യത്തോടു കൂടി അവൻ്റെ മുന്നിലിട്ട് നിൽക്കണം. പിന്നെ ഞങ്ങൾക്ക് അവനെ പിടികൂടാ. നിൻ്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ ദയ, ആ ശരി, ഞാനത് ചെയ്യാമെന്ന ആ വാഗ്ദാനവുമായി അവിടെ നിന്നും ഇറങ്ങാണ് കേട്ടോ. ഇതേ സമയം സുശീലക്കാണെങ്കിലോ വലിയൊരു മനസമാധാനം തന്നെ സുശീലയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ സുശീല ഹർഷയുടെ അടുത്തോട്ട് പോവാണ്. ഒന്നും നോക്കില്ല, ഹർഷയോട് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഹർഷ പറയണ, ഇനി എന്തായാലും വഴുകിക്കാൻ പാടില്ല, എന്തായാലും അവൾ പൊരുതാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആൻറ്റി അവിടുത്തെ വേലക്കാരിയാക്കിയെങ്കിൽ, ഇന്ദ്രൻ അവൾക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ദ്രൻ ഇവിടെ നിന്നും മനഃപൂർവ്വം മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ കളി തുടങ്ങാം, ഇനി എൻ്റെ കളികൾ അവസാനിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നിങ്ങനെ പറയാനേട്ടാ. എന്താ ഹർഷ നീ ചെയ്യാൻ പോകുന്നത്? അതെ, എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിൻ്റെ ജന്മരഹസ്യം അത് അവൾക്ക് മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഇന്ദ്രനെ വിട്ടുപോകും. അവളും ഇന്ദ്രനും എന്നേക്കുമായി പിന്നീട് ഒരിക്കലും മിണ്ടില്ല. ആ ഒരു അവസ്ഥ എത്തിക്കാമെന്ന് പറയാനേട്ടോ. ഇത് കേൾക്കുന്ന സുശീല, അയ്യോ ഹർഷൻ, എൻ്റെ ജീവിതം തകരില്ലേ? ഇല്ല, എൻ്റെ ജീവിതത്തിന് യാതൊരു കുഴപ്പവുമില്ല. അയാളെ എങ്ങനെ ചങ്ങലക്കിടാമെന്ന് എനിക്കറിയാം, ആ രവിയെ എവിടെ വെച്ച് പൂട്ടണമെന്നും എനിക്കറിയാം. അതുകൊണ്ട് സുശീലൻ്റെ ഇക്കാര്യത്തിൽ പേടിക്കണ്ട. ഞാൻ അനുപമയെ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമല്ലേ, അത് നമുക്ക് രണ്ടു പേർക്കും നിന്ന് അത് ചെയ്യാമെന്ന് പറയണേട്ടോ.
ഇതേ സമയം സുശീലയാണെങ്കിലോ അനുപമയുടെ അടുത്ത് വന്ന് കയറുമ്പോൾ പിന്നീട് സുശീലയുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം. ഇന്നലെ പഴംപൊരി, മീൻകറി അങ്ങനെ എന്തെല്ലാം വെച്ചു കൊടുത്ത സുശീല ഒരു അഹങ്കാര ഭാവത്തോടു കൂടി, എടി എനിക്കൊരു ചായ ഇട്ട് വാ. അത് കേൾക്കുന്ന അനുപമക്ക് ദേഷ്യം പിടിക്കാനിട്ട, നീ എന്തടി എന്നെക്കുറിച്ച് കരുതിയത്? ഒരിക്കലും ഈ സുശീല തോൽക്കില്ല, എവിടെയും സുശീല തോറ്റിട്ടില്ല, സുശീലയ്ക്ക് ജയമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നീ എൻ്റെ മുന്നിൽ, എൻ്റെ മകൻ എൻ്റെ മുന്നിലോട്ട് വരും എന്നൊക്കെ പറയുമ്പോൾ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ അനുപമ കേട്ടോ. നിന്നോട് പറഞ്ഞില്ലേ ഒരു ചായ ഇട്ടുകൊണ്ട്, അതുകൊണ്ട് നീ പറഞ്ഞത് അങ്ങ് കേക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനുപമ പറയണേ, അതിനെനിക്ക് ഇവിടുത്തെ അടുക്കള ഭരണം ഏറ്റെടുക്കാൻ പാടില്ലെന്ന്. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഇത് എൻ്റെ മകൻ്റെ വീടാണ്, എൻ്റെ മകൻ വാടകയ്ക്ക് ക്യാഷ് കൊടുക്കുന്ന വീടാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറയട്ടോ. അപ്പോഴാണ് ഹർഷയുടെ ആ ഒന്നൊന്നര വരവ്. അത് കാണുന്ന സുശീലയ്ക്ക് ഒരു തുള്ളലൊക്കെ ആയിട്ടോ. കാരണം ഹർഷ വരുമ്പോൾ പിന്നെ പറയാനില്ല. അതുകൊണ്ട് തന്നെ സുശീലയുടെ അടുത്തോട്ട് ഹർഷ വരാൻ. ഇതേ സമയം അനുപമയാണെങ്കിലോ ഇവളെ കാണുമ്പോൾ തിളച്ച എണ്ണ മുഖത്തോട്ട് ഒഴിക്കാനുള്ള ആ ദേഷ്യവുമായി അനുപമ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഹെടി, നിന്റെ നകളിപ്പോൾ ഇതോടുകൂടി തീരോടി. നീ ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഓടുന്ന ആ ഒരു വാക്ക് പറയാനടി ഹർഷ വന്നിരിക്കുന്നത് എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ സുശീല ഇങ്ങനെ അഹങ്കാര ഭാവത്തോടു കൂടി സുശീല നിൽക്കണം കേട്ടോ. ഈ സമയം അനുപമ അങ്ങ് പൊട്ടിത്തെറിക്കണേ, എന്തിനാ ഹർഷ ഈ വഴി വന്നിരിക്കുന്നത്? ഈ വഴി നിനക്ക് പ്രവേശനമില്ല, എന്തിനു നീ ഇങ്ങോട്ടേക്ക് വന്നു? അത് നീ പറഞ്ഞാൽ പോരല്ലോ, ഞാനും കൂടി അങ്ങ് തീരുമാനിക്കണ്ടേ? അതെന്താ നീ തീരുമാനിക്കുന്നത്? അതെ, ഇന്ദ്രൻ നിൻ്റേത് മാത്രമല്ലല്ലോ. അത് കേട്ട ഉടനെ അനുഭവം ഒന്നും ഞെട്ടിട്ടോ. നിൻ്റേത് മാത്രമല്ലല്ലോ, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയവന് എൻ്റേതല്ലാതെ പിന്നെ നിൻ്റേതാണോടി? അങ്ങനെ ചോദിച്ചാൽ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതെന്താ ഹർഷ നീ അങ്ങനെ ഒരു വാക്ക്? അല്ല, ജോത്സ്യൻ്റെ പ്രവചനമൊക്കെ നീ കേട്ടതാലോ. ജോത്സ്യൻ എന്ന് പറയുന്നത് പത്മനാഭൻ ജോത്സ്യൻ അങ്ങനെ കണകുണവടി എന്ന് പറയുന്നത് പോലെയുള്ള വാക്കുകളൊന്നും പത്മനാഭൻ ജോത്സ്യൻ പറയില്ല. അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ചട്ടിയാണ്. നിൻ്റെ അമ്മായിമക്ക് പോലും അതറിയാം. അത് കേൾക്കുന്ന സുശീലയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ആക്കിയതുപോലെയുള്ള ആ പുഞ്ചിരി ഇങ്ങനെ കാണുന്നു കേട്ടോ സുശീലയുടെ മുഖത്തോട്ട്. അത് കാണുന്ന അനുഭവക്ക് അട്ടിമൊട്ടി കയറുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, തനിക്ക് ആരോടും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഹർഷ, നീ വെറുതെ വഴക്കിന് നിൽക്കണ്ട, നീ ഇവിടെ നിന്നും പോ എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് താല്പര്യമില്ലടി, നിന്നോട് വഴക്കിന് നിൽക്കാൻ ഒരു താല്പര്യമില്ല. എനിക്ക് നിന്നോടൊരു കാര്യം വ്യക്തമാക്കണം, അത് ഞാനങ്ങ് പറയുകയാണ്. പത്മനാഭൻ ജ്യോത്സ്യൻ പറഞ്ഞല്ലോ ഇന്ദ്രന് വേറൊരു കുഞ്ഞ് ജനിക്കുന്നത്. എന്നാൽ നിനക്ക് ഇനി അതിന് കഴിയില്ല. നീ ഒരു മച്ചിയേക്കാൾ അപ്പുറമായി മാറി. കാരണം എനിക്ക് ഗർഭപാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നീ ഇനി ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല. എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുന്ന ഞാനുണ്ട് ഇവിടെ എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന നീ എന്താ ഹർഷ പറഞ്ഞു വരുന്നത്? അത് തന്നെ, എൻ്റെ വയറ്റിലടി ഇന്ദ്രൻ്റെ കുഞ്ഞ്, ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അനുപമ ആകെ ഞെട്ടിപ്പോണ്. ഈശ്വര എന്ന ഭാവത്തിൽ അട്ടിമുട്ടി ആകെ കുഴഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം തനിക്കൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു വാർത്ത കേൾക്കുമ്പോൾ അനുപമയുടെ സ്വഭാവം ആകെ മാറി മറിഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു നിമിഷത്തേക്ക് അനുപമ ആകെ തകരാണ് കേട്ടോ. ഇതേ സമയം അനുപമയുടെ ആ കുഴഞ്ഞും കൊണ്ടുള്ള ആ ഇരുത്തം കാണുമ്പോൾ, നീ ഇത്രയും നേരം അഹങ്കാര ഭാവത്തോടു കൂടി നീ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ അവൾക്ക് കൊടുത്ത സമ്മാനം അതിലും വലുത് ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയോടി എന്നിങ്ങനെ സുശീല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ സുശീല തോണ്ടുന്നത് സുശീലയുടെ കുഴി തന്നെയാണ്. എന്തായാലും ഹർഷ ഈ വീട്ടിലോട്ട് വരുമ്പോൾ പിന്നീട് സുശീലയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ജീവിതം അത് പിന്നീട് പറയാൻ വാക്കുകളില്ല. അതോടുകൂടി മക്കളെല്ലാം കൈയൊഴിഞ്ഞ് സുശീല ഹർഷയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒക്കെ സീനുകളാണ് കേട്ടോ വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കതിനായി കാത്തിരിക്കാം. സുശീലയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സീരിയൽ തന്നെ അടിപൊളി മാറും കേട്ടോ.